ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ദേശീയ പതാകയുടെ ചരിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ദേശീയ പതാകയുടെ ചരിത്രം എന്താണെന്നറിയോ? അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഡയറക്റ്റായിട്ട് പോവാം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് സ്ഥലം പാഴ്സി ബാഗൻ സ്ക്വയർ എന്ന ഗ്രീൻ പാർക്കാണ്. കൊൽക്കത്തയിലുള്ള ഗ്രീൻ പാർക്കിൽ വെച്ചായിരുന്നു നമ്മുടെ ആ ദേശീയ പതാക ഉയർത്തിയ സ്ഥലം. 1906 ഓഗസ്റ്റ് 7 പിന്നെ ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക എന്ന് വെച്ചാൽ വന്ദേ മാതരം പതാക അല്ലെങ്കിൽ കൽക്കത്ത പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ ബനാർജി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. പതാകയുടെ മുകളിൽ നിന്നും താഴേക്ക് യഥാക്രമം പച്ച, മഞ്ഞ, കുങ്കുമം നിറങ്ങളിൽ തുല്യ വീതിയിലുള്ള 3 ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം പതാകയിലെ മഞ്ഞ പശ്ചാത്തലത്തിൽ വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിരുന്നു. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നത് 8 താമരകളായിരുന്നു. 1907 ബർലിൻ കമ്മിറ്റി ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ഉയർത്തിയത് മാഡം ബിഖർജി കാമയായിരുന്നു. ഇതിൽ ഒരു താമരയും സപ്തർഷികൾ പ്രതിനിധീകരിക്കുന്ന 7 നക്ഷത്രങ്ങളും ആലേഖനം ചെയ്തിരുന്നു. 1917 ഹോം റൂൾ മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ബാൽ ഗംഗാധർ തിലകും അതുപോലെ ആനി ബെസന്റുമാണ്. ഈ പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള 5 തിരശ്ചീന ഖണ്ഡങ്ങളും പച്ച നിറത്തിലുള്ള 4 ഖണ്ഡങ്ങളും ഒന്നിടവിട്ട് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം സപ്തർഷികളെ പ്രതികരിക്കുന്ന 7 നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. ഇടതുവശത്ത് മുകളിലായി ബ്രിട്ടൻ്റെ പതാകയായ യൂണിയൻ ജാക്കും വലതുവശത്ത് മുകളിലായി ചന്ദ്രകലയും നക്ഷത്രവും ഈ പതാകയിൽ ആലേഖനം ചെയ്തിരുന്നു. 1921 ബസാവാഡയിൽ ഇന്നത്തെ വിജയവാഡ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ ഡിസൈൻ ചെയ്ത പതാക ഗാന്ധിജിയുടെ അംഗീകാരത്തിനായി പിംഗലി വെങ്കയ്യയെ സമർപ്പിച്ചു. അങ്ങനെ ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളിൽ രൂപകൽപ്പന ചെയ്ത ഈ പതാകയിൽ ചുവപ്പ് ഹിന്ദുക്കളെയും പച്ച മുസ്ലിങ്ങളെയും പ്രതിനിധാനം ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഹിന്ദുമതവും ഇസ്ലാം മതവും എന്നിവയ്ക്ക് പുറമെ ക്രിസ്തു മതവും മറ്റനേകം മതവിശ്വാസികൾ ഉള്ളതിനാൽ അവരെ പ്രതിനിധാനം ചെയ്ത് വെള്ള നിറവും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പ്രതിനിധീകരിച്ച് ചർക്കയും കൂടി പതാകയിൽ ഉൾപ്പെടുത്താൻ ഗാന്ധിജി നിർദ്ദേശിച്ചു. അങ്ങനെ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931. മുകളിൽ നിന്ന് കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളും മധ്യത്തിലായി ചർക്കയും അടങ്ങിയതായിരുന്നു ത്രിവർണ്ണ പതാക. 1931 മുതൽ 1947 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ ചർക്കയും 1947 ജൂലൈ 22 മുതൽ ഇത് ധർമ്മചക്രയായും എന്ന് വെച്ചാൽ അശോക ചക്രയായി രൂപമാറ്റം വരുത്തി. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് രാജ്പഥിൽ വെച്ച്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ വെച്ച്. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിയായിരുന്നു ചന്ദ്രശേഖരും അതുപോലെ ഗുൽസാരിലാൽ നന്ദയും. ഇന്ത്യൻ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം എന്ന് വെച്ചാൽ KKGSS.
ഈ KKGS സ്ഥാപിച്ച വർഷമാണ് 1957 നവംബർ 1. നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ് ഹോക് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം അപ്പോളോ 15 1971. പതാകകളെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി എന്ന് പറയുന്നത്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു PD ഷേണായി. അതുപോലെ ഈ KKGSS നമ്മൾ പറഞ്ഞു, KKGSS 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് അവർ നിർമ്മിക്കുന്നത്. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാക 150 mm × 100 mm. ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക 6300 mm × 4200. VVIPകളുടെ വിമാനത്തിലുള്ള പതാക 480 mm × 300 mm. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 225 mm × 150 mm. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകകളുടെ വലിപ്പം 150 mm × 100 mm. ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. നമ്മുടെ ദേശീയ പതാകയിൽ 3 നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം. പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി, ഫലഭൂഷ്ഠത. വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധത, അതുപോലെ സമാധാനം. നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ S രാധാകൃഷ്ണനായിരുന്നു. അതുപോലെ ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായുള്ള അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഈ അശോക ചക്രത്തിൻ്റെ നിറമാണ് നാവിക നീല. ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 3:2 ആണ്. വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2:3 ആണ്. നമ്മുടെ ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ അല്ലെങ്കിൽ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ.